എല്ലാവർക്കും ലതാസ് രുചി സെറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കൊഞ്ച് റോസ്റ്റാണ്. അത് ഉണക്കക്കൊഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഉണക്കക്കൊഞ്ച് റോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഒരുപാട് വലുപ്പത്തിൽ കട്ട് ചെയ്യരുത്, കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി ചതച്ചത്, 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, കറിവേപ്പില, ഒരു തക്കാളി ഏകദേശം വലിപ്പമുള്ളതായതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണമേ എടുത്തിട്ടുള്ളൂ. ഇനി ചെറുതാണെങ്കിൽ 2 തക്കാളിക്ക് എടുക്കുക. പിന്നെ അതുപോലെ ഇതിൻ്റെ മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ വീതം ഗരം മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി. ഇത്രയുമാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഈ ഉണക്കക്കൊഞ്ച്, അതുകൊണ്ട് ഞാൻ 2-3 പ്രാവശ്യം അത് വെള്ളത്തിലിട്ടൊന്ന് നല്ലതുപോലെ ഉലച്ച് കഴുകിയിട്ട് അതൊന്ന് വെള്ളം വാലാനായിട്ട് കുറച്ച് സമയം കൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ കൊഞ്ചിനെ ഒന്ന് വറുത്തെടുക്കണം. ഒരു ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ചട്ടിയിലോട്ടിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് വറുത്ത് കോരി വെക്കാം. എണ്ണയൊന്നും ഒഴിക്കണ്ട, അല്ലാതെ തന്നെ നമുക്ക് വറുത്ത് കോരാം. ഇത് മൂത്തിട്ടില്ല, കുറച്ച് സമയം കൂടെ ഒന്ന് വറക്കണം. നമ്മൾ കൊഞ്ച് കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ ഒടിയുന്ന ആ ഒരു പരുവത്തിൽ നമ്മൾ വറുത്തെടുക്കണം. അപ്പം നമ്മുടെ കൊഞ്ച് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ടൊന്ന് കോരി മാറ്റാം. പാത്രത്തിലോട്ട് തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആയിരിക്കും ഇതിന് നല്ലത്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് ചുവന്ന് വരുന്ന സമയത്ത് വേണം നമുക്ക് സവാള ഇട്ട് കൊടുക്കാൻ. നമ്മുടെ തേങ്ങാക്കൊത്ത് ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള ഒന്ന് ഇട്ട് കൊടുക്കാം. സവാള കുറച്ച് നേരം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഒന്നിട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പൊന്നിട്ട് കൊടുക്കാവേ. സവാള കുറച്ചും കൂടെ ഒന്ന് ചുമന്ന് വന്നിട്ട് നമുക്ക് മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ ഇവിടെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിനി എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. മസാലപ്പൊടികളെല്ലാം ഇട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണം. ആ സമയം വരെ ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഒന്നിട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് മീനോ ഒക്കെ കിട്ടാതെ വരുന്ന സമയത്ത് പെട്ടെന്നൊന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന, ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഈ കൊഞ്ച് റോസ്റ്റ്, ഉണക്കക്കൊഞ്ച് റോസ്റ്റ്. നമ്മളൊക്കെ പച്ചക്കൊഞ്ച് എപ്പോഴും റോസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഉണക്കക്കൊഞ്ച് ഒരുപാട് പേരൊന്നും ചെയ്ത് കാണത്തില്ലായിരിക്കും. അപ്പോൾ അവർക്കൂടെ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ.
ഒരു കുറച്ച് സമയം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിനി ഒരു 5 മിനിറ്റ് വേണ്ട, കുറച്ച് സമയം നമുക്കൊന്ന് മൂടി വെക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഉണക്കക്കൊഞ്ച് കൊണ്ടുള്ള റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് കുറച്ച് എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഉണക്കക്കൊഞ്ച് വെച്ചിട്ടുള്ള ഉണക്കക്കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഇതേപോലെയുള്ള വീഡിയോകളുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.